അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഔവലദുൻ സാലിഹൻ യദ്ഉ ലഹു, ഈ മകന് വേണ്ടി, ഈ പിതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന, ഈ മാതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന, ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വജസ്സുകളുമായി പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും ഓർക്കുന്ന ഇവന്റെ സന്താനങ്ങൾ എക്കാലവും മരണത്തിന് ശേഷവും ഈ വ്യക്തിക്ക് ഉപകാരപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്. മരണത്തിന് ശേഷം ഒരു വ്യക്തിക്ക് ഉപകാരപ്പെടുന്നത് സന്താനങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാണെങ്കിലാണ്. കണ്ടില്ലേ നിങ്ങൾ? ഔ വലതുൻ, കേവലം ഒരു മകൻ എന്നല്ല, സ്വാലിഹൻ, അവൻ ഗുണം ചെയ്യുന്നവനാണ്, അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ നോമ്പെടുക്കുന്നവനാണ്, അവൻ ഉമ്മയെയും ഉപ്പയെയും തിരിച്ചറിയുന്നവനാണ്. തന്നെയുമല്ല യദ്ഉ ലഹു, ഓർത്തു നോക്കൂ വിശ്വാസികളെ, ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ ആളുകളും അവന് വേണ്ടി ദുആ ചെയ്തിരുന്നുവെങ്കിൽ എന്നതാണ്. ആദ്യമായി ഈ പ്രാർത്ഥന അവന് ലഭ്യമാകുന്നതും അവൻ കൊതിയോടെ അത് സ്വീകരിക്കുന്നതും ആളുകൾ മുഴുവൻ അവനെ ചുമന്നുകൊണ്ടുവന്ന് പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ മകൻ ആ പിതാവിന്റെ മാതാവിന്റെ മയ്യിത്തിന് പിന്നിൽ നിന്നുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ കഴിയുമ്പോഴാണ് പ്രാർത്ഥനയുടെ സഫലമായ ഒരവസ്ഥയുണ്ടാകുന്നത്. നൂറുകണക്കിന് ആളുകളെ പിന്നിൽ നിർത്തിക്കൊണ്ട് ഈ മകൻ തന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ ഉമ്മാക്ക് നീ കാരുണ്യം ചെയ്യണമേ. സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെയാണ് ഉമ്മയും ഉപ്പയും മക്കളും മാതാപിതാക്കളും സന്താനങ്ങളുമായി ഒരിക്കലും അവസാനിക്കാത്ത ബന്ധം തുടരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമുക്ക് എത്രയാൾക്ക് ഉറപ്പ് പറയാൻ കഴിയും? തീർച്ചയാണ്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ എന്റെ മകൻ പ്രാപ്തനാണ്, എന്റെ ഖബറിന്റെ അവിടെ വന്ന് ദുആ ചെയ്യാൻ എന്റെ മകൻ പ്രാപ്തനാണ്, യോഗ്യനാണ്. എത്ര ആളുകൾക്ക് ഉറപ്പ് പറയാൻ കഴിയും എന്റെ ഉമ്മ മരണപ്പെട്ടു കഴിഞ്ഞാൽ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ യോഗ്യനായ ഒരു മകനാണ് ഞാനെന്ന്? മുന്നിൽ നിന്നുകൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ അതിന്റെ ഘടകങ്ങൾ മുഴുവൻ, ആ നിസ്കാരത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാനെന്ന് എത്ര മക്കൾക്ക് ഉറപ്പ് പറയാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും. അവിടെയാണ് മാതാവും പിതാവും മക്കളുമായി പരസ്പരമുള്ള ബന്ധത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും അവസാനത്തേതുമായ ബന്ധത്തിന്റെ അടിസ്ഥാനമായി അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെയും വ്യവസ്ഥകളെയും കണക്കാക്കേണ്ടത്. ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇങ്ങനെ സ്വഹാബികളോട് ആയുർദൈർഘ്യത്തെ കുറിച്ച് കൊണ്ട് സംസാരിക്കുകയാണ്. ചില കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ആയുസ്സിൽ വർധനവുണ്ടാകും. നമ്മൾ ചില അമലുകളെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇന്ന കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ആയുസ് ദീർഘമാകും, ദീർഘായുസ് കിട്ടും. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? കാരണം അല്ലാഹുവല്ലേ ഖുർആനിൽ പറഞ്ഞത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, സമയമെത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല അതിൽ നിന്ന് ഒരൽപ്പം പോലും പിന്തിപ്പിക്കുകയില്ല. 55 വയസ്സും ഇത്ര ദിവസങ്ങളുമാണെങ്കിൽ പിന്നെ അത് അല്ലാഹു തആല ദീർഘിപ്പിക്കുകയില്ല എന്ന് ഖുർആനിൽ തന്നെയല്ല നബിയെ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? പിന്നെ എന്താണ് അങ്ങിങ്ങനെ വയസ്സിൽ വർധനവുണ്ടാകുന്ന കാര്യം പറയുന്നത്? അവിടുന്ന് മറുപടി പറയുകയാണ്, അല്ലാഹു തആല ദീർഘായുസ് നൽകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അയ്യർസുഖല്ലാഹുൽ അബ്ദ ഉരിയതൻ സ്വാലിഹാ,
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലാഹു തആല അവന് സദ്വത്തരായ സുഹൃതങ്ങൾ നിറയുന്ന സന്താനങ്ങളെ നൽകലാണ്. യദ്ഉ ലഹു, ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്ന, അങ്ങനെ ഈ സന്താനങ്ങൾ, ഈ മക്കൾ ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യുകയും ഫയൽഹഖുഹു ദുആഉഹും ഇലൈഹിമാ, അവരിലേക്ക് രണ്ടുപേരിലേക്കും ഈ വ്യക്തിയുടെ ദുആ ചൊല്ലുകയും സന്താനങ്ങളിലൂടെ കാലങ്ങളോളം ഇവരുടെ ചിന്തയും ഓർമ്മയും നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദീർഘായുസ് ഉണ്ടാകുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ഉപ്പയുടെ ഖബറിന്റെ അവിടെ പോകുന്നു, മക്കളുടെ കൈപിടിച്ചുകൊണ്ട് നിന്റെ വല്ലിപ്പയുടെ ഖബറാണിതെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ മരിച്ചാൽ ആ മക്കൾക്ക്, ആ സഹോദരന്റെ മകന്, മകന്റെ മക്കൾക്ക്, അവന്റെ മക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കാലങ്ങളോളം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചിന്തയായി, ഒരു ഓർമ്മയായി ഉപ്പയായ നിങ്ങള്, പിതാമഹനായ നിങ്ങള്, പിതാമഹന്റെ പിതാമഹനായ നിങ്ങള് ഈ ലോകത്തുള്ള ചിന്തകളിലും ഓർമ്മകളിലും ജീവിച്ചിരിക്കുകയാണ്. അതാണ് മരണത്തിന് ശേഷവും ഈ ബന്ധം അവസാനിക്കുന്നില്ല. ദുനിയാവിൽ നിന്ന് നമ്മൾ നന്മ പരസ്പരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖബറിന്റെ ഉള്ളിലെ ബർസഖിയായ ജീവിതത്തിലും ഈ ബന്ധം തുടരുന്നു. ഇല്ലെങ്കിൽ രക്ഷയില്ല. നല്ല ബന്ധമല്ല സൂക്ഷിക്കുന്നത്. ഈ മകന്റെ ദുശ്ചെയ്തികൾ കാരണം ഉമ്മയും ഉപ്പയും ശിക്ഷിക്കപ്പെടുകയാണ്. കാരണം ഇവരാണല്ലോ ഇതിന്റെ കാരണക്കാർ. ഒരിക്കൽ പോലും ഇവൻ ഉമ്മയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നില്ല, ഉപ്പയുടെ അടുക്കലേക്ക് ഇവൻ തിരിഞ്ഞു നോക്കാറെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബന്ധമില്ലാത്ത ഒരു ബന്ധമായി ഇവർക്കിടയിലുള്ള ബന്ധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കാലങ്ങൾ കടന്നുപോകും, ഈ ബന്ധം ഒരിക്കലും അവസാനിക്കാതെ തുടരുന്നു. നോക്കൂ നിങ്ങൾ, മഹ്ശറിന്റെ ഏകാന്തതയിൽ ഈ ബന്ധം ഒന്നുകിൽ നമുക്ക് ഉപകാരപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ പരാജയത്തിന്റെ ഹേതുകമായി അത് മാറുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മയൊക്കെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നത് നമ്മുടെ നാടുകളിലുള്ള പള്ളിക്കാട്ടിലാണ്. ഇപ്പൊ കടുവാപ്പള്ളിയിലെ ഈ ജമാഅത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഇവിടെ തന്നെയല്ലേ കൊണ്ടുവരാറുള്ളത്? വേറുണ്ടോ? ഇല്ല, എല്ലാവരെയും. എന്താണ് അതിന്റെ അർത്ഥം? 988 മരിച്ച നിങ്ങളുടെ പിതാവ് ഇവിടെയുണ്ട്, 992 മരിച്ച നിങ്ങളുടെ മാതാവ് ഇവിടെയുണ്ട്, ഇനി 2014 മരിക്കുന്ന നിങ്ങൾ ഇവിടെയുണ്ട്, 2028 മരിക്കുന്ന നിങ്ങളുടെ മകൻ ഇവിടെയുണ്ട്. അങ്ങനെ വലിയ ഒരു തലമുറ, ഒരുപാട് കാലത്തെ ഒരു തലമുറ, ഒരു ശൃംഖല നിങ്ങളുടെ ഈ കടുവാപ്പള്ളിയിലെ ശ്മശാനത്തിൽ അടക്കം ചെയ്യപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും ഇനി ഒരുമിച്ച് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മ മകനെ കാണുന്ന ഒരു സാഹചര്യം അതേതാണ്. വനുഫിഖ ഫിസ്സൂർ, സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ഊത്തങ്ങ് ഊതിക്കഴിഞ്ഞാൽ, പുനർജീവനത്തിന് വേണ്ടിയുള്ള ഊത്തങ്ങ് ഊതിക്കഴിഞ്ഞാൽ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. നമ്മളെ ആരാണോ എവിടെയാണോ അടക്കം ചെയ്തിരിക്കുന്നത് ആ കുഴിമാടങ്ങളിൽ നിന്ന് ധൃതിപ്പെട്ട് നമ്മൾ എഴുന്നേറ്റ് വരികയാണ്. കൽ ഫറാശിൽ മബ്സൂസ്, മഴയുടെ പിറ്റേ ദിവസം ഭൂമിയിൽ പൊടിയുന്ന ഈയാമ്പാറ്റകളെ പോലെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞാനും നിങ്ങളും ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ഉപ്പയെ കാണുകയാണ്, ഉമ്മയെ കാണുകയാണ്. സങ്കൽപ്പിച്ചു നോക്കൂ, കാണുമല്ലോ, ഈ പള്ളിക്കാട്ടിലാകെ ജനനിബിഡമാകുമല്ലോ. ഖബറിന്റെ ഉള്ളിൽ നിന്നെല്ലാവരും ജീവനോടുകൂടെ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്, പരസ്പരം തിരിച്ചറിയുകയാണ്. തിരിച്ചറിയുമ്പോൾ അവര് പരസ്പരം സംസാരിക്കുകയാണ്. കാരണം ഉമ്മയെ കാണുകയാണ്, ഉപ്പയെ കാണുകയാണ്, അവര് മക്കളെ കാണുകയാണ്. അവര് ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ ഉമ്മയാണല്ലോ അത്, എന്റെ ഉപ്പയാണല്ലോ അത്,
എന്റെ മകനാണല്ലോ അത്, എന്റെ മകളാണല്ലോ അത്. ഭൗതികമായ ജീവിതത്തിൽ ഞാൻ അവർക്കൊരു നന്മയും നൽകിയിരുന്നില്ല, ഞാൻ അവരെ നിസ്കരിക്കാൻ പഠിപ്പിച്ചിരുന്നില്ല, ഞാൻ അവരെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിരുന്നില്ല, ഞാൻ അവർക്കൊരു നന്മയും സമ്മാനിച്ചില്ല, ഞാൻ അവരുടെ ഒരു കാര്യത്തിന്റെയും നന്മയുടെ പിന്നാലെ പോയില്ല. ഞാൻ അവർ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചയാളാണ്. ഞാൻ അവർ സിനിമക്ക് പോകുന്നുണ്ടെന്നറിഞ്ഞിട്ടും അത് കാണുന്നുണ്ടെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് തടഞ്ഞു നിർത്താത്ത ഉപ്പയാണ്. അവർ പരസ്പരം കാണുമ്പോൾ അവരുടെ ചുണ്ടിൽ നിന്ന് വരുന്ന ശബ്ദം യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, ഞങ്ങൾ എന്തൊരു സുഖനിദ്രയിലായിരുന്നു, ആരാണ് ആ ഉറക്കറയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീ, സഹോദരനിൽ നിന്ന് മറ്റേയാൾ ഓടിപ്പോവുകയാണ്. വ ഉമ്മിഹി വ അബീ, ഉമ്മയെ നോക്കാൻ കഴിയുന്നില്ല, ഉപ്പയെ നോക്കാൻ കഴിയുന്നില്ല. വൃദ്ധനായ ഉപ്പയുടെ ചികിത്സക്ക് വേണ്ടി ഇവൻ കൊടുത്ത പൈസയുടെ പേരിൽ സഹോദരനോട് തർക്കിച്ചവനായിരുന്നു ഇവൻ. രോഗിയായ മാതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോ അത് അനുജൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യതയോടുകൂടെ ഉമ്മായുടെ ആ രോഗാവസ്ഥ പരിഗണിക്കാത്തവനായിരുന്നു ഇവൻ. അതുകൊണ്ട് ഇവൻ അവിടെ ഉമ്മയെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല, ഓടുകയാണ്. വസ്വാഹിബതിഹി വബനീ, സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തയ്യാറാകാതിരിക്കുമ്പോ, ഭർത്താവ് കൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോ ഒരിക്കൽ പോലും എഴുന്നേൽക്കു, നിങ്ങൾ സുബ്ഹി നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി ഉണർത്താത്ത ഭാര്യയാണ് ഭർത്താവാണെങ്കിൽ അവർക്ക് പരസ്പരം കാണാൻ കഴിയുന്നില്ല, അവർ പരസ്പരം ഓടിപ്പോവുകയാണ്. ചെഞ്ചുണ്ടുകളിൽ മുത്തമർപ്പിച്ചുകൊണ്ട് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, രാത്രി 12 മണി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ എവിടെയായിരുന്നടാ ഇത്ര നേരമെന്ന് പോലും ചോദിക്കാൻ തയ്യാറാകാത്ത ഉപ്പയാണ്, ഉമ്മയാണ് മക്കളെ കാണുന്നത് എങ്കിൽ അവര് പരസ്പരം ഓടിയകലുകയാണ്. ഖുദാ കേ റൂബറൂ ജിസ് ദിൻ क़ियामत का वफा होगा, उसी दिन बाप बेटे का न बेटा बाप का होगा. മകന് പിതാവില്ല, പിതാവിന് മകനുമില്ല. ന ഹംശീറ ബറാദുർ കി ന ബീവി അപ്നി ശോഹർ കി, ഭാര്യക്ക് ഭർത്താവോ ഭർത്താവിന് ഭാര്യയോ ഇല്ല. വോ ഐസാ വഖ്ത് ഹോഗാ ഭായി ഭായി സേ ജുദാ ഹോഗാ, അവനവന്റെ കാര്യത്തിൽ എല്ലാവരും ബേജാറിലാണ്. എന്നാൽ നേരെ തിരിച്ച് നല്ല ഉമ്മയാണ്, നല്ല ഉപ്പയാണ്, മകനെ ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്, ഈ മകൻ ഇവർക്ക് സേവനങ്ങളും ഖിദ്മത്തുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, കാരുണ്യത്തോടെ അവരോട് പെരുമാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പരസ്പരം കാണുമ്പോഴും അവർ നന്നായി സംസാരിക്കുമല്ലോ. അവര് പറയുന്നതാണ് ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്നല്ലേ നമ്മോട് പ്രവാചകന്മാർ പറഞ്ഞിരുന്നത്, നമ്മൾ വഅദുകളിൽ കേട്ടിരുന്നത്, നമ്മൾ ഖുർആനിൽ പഠിച്ചിരുന്നത്. അതിനെന്ത് വേണം? സന്താനങ്ങളും മാതാപിതാക്കളും ദീനിന്റെ പേരിൽ പരസ്പരമുള്ള ശക്തിപ്പെട്ട ബന്ധമുണ്ടാകണം. മഹ്ശറിലും ഇവര് പരസ്പരം ബന്ധപ്പെടുകയാണ്, ഒന്നുകിൽ നന്മയുടെ വഴിയിൽ അല്ലെങ്കിൽ ചീത്ത വഴിയിൽ. ഈ ദുനിയാവിൽ നിന്ന് നമുക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളത് ആരോടാണ് ആദ്യമായി പങ്കുവെക്കാറുള്ളത്? പരീക്ഷയുടെ റിസൾട്ട് വന്നു, നല്ല മാർക്കുണ്ട്, റാങ്ക് തന്നെ കിട്ടിയിരിക്കുന്നു, ആ സന്തോഷം ആരോടാണ് ആദ്യമായിട്ട് നമ്മൾ പങ്കുവെക്കുക? നിങ്ങൾക്ക് മറുപടി പറയാമല്ലോ. നിങ്ങളൊക്കെ ആരോടാ അത് ആദ്യം പറയാം? ഒരു സന്തോഷം ഉണ്ടായാൽ ആരോട്? കൂട്ടുകാരനോടോ? ഉമ്മാനോട് പറയും, അല്ലെങ്കിൽ വാപ്പാനോട് പറയും. നിങ്ങൾ അങ്ങനെ പറയും. പക്ഷേ കുറച്ച് അപ്പുറത്തിരിക്കുന്ന ആളുകൾ പറയും, ഞാൻ ആദ്യം വിളിച്ചു പറയാ
എന്റെ പെണ്ണിനോടാണ് എന്ന് പറയും. ഭാര്യയോട് പറയും, മാതാവിനോട് പറയും, പിതാവിനോട് പറയും, ഭാര്യയോട് പറയും. ആരാണോ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരോട് മുഴുവൻ നമ്മൾ ആ സന്തോഷം പങ്കുവെക്കും. പരലോകത്തും ഇതേ ഒരവസ്ഥ തന്നെയാണ്. പരലോകത്തെ ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? അവിടെ ഒരു അസന്നിഗ്ധമായ ഘട്ടമുണ്ടല്ലോ. ഏതാണത്? ഈ ഭൗതികമായ ലോകത്ത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അലൈഹിസ്സലാമും അതീദ് അലൈഹിസ്സലാമും നാം രേഖപ്പെടുത്തിയ നമ്മുടെ നന്മ തിന്മകൾ ഒരു ഗ്രന്ഥമായി ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖ്. ഇതാ നിങ്ങളുടെ ഗ്രന്ഥമിതാ, അതിലെല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇന്നാ കുന്നാ നസ്തൻസിഖ്, നാം ഇങ്ങനെ ഒപ്പിയെടുക്കുകയായിരുന്നു. ഈ ക്യാമറ നമ്മുടെ ഈ പരിപാടി ഒപ്പിയെടുക്കുന്നത് പോലെയല്ല. എന്റെ ചിന്തകൾ ആ ക്യാമറയിലില്ല, അതുപോലെ എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അതിലില്ല. എന്റെ ഈ സംസാരം കഴിഞ്ഞാൽ പിന്നെ ആ ക്യാമറ എന്റെ ഒന്നും ഒപ്പിയെടുക്കുന്നില്ല. എന്നാൽ ഇതങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ എന്റെ മുഴുവൻ അടക്കങ്ങളും അനക്കങ്ങളും ചിന്തകളും എന്റെ എല്ലാ കാര്യങ്ങളും നോട്ടവും സംസാരങ്ങളും രേഖപ്പെടുത്തി വെച്ച ആ കിതാബ്, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഗ്രന്ഥം, അത് വലത്തെ കയ്യിലാണോ അതല്ല ഇടത്തെ കയ്യിലാണോ? വലത്തെ കയ്യിലാണെങ്കിലും ഇടത്തെ കയ്യിലാണെങ്കിലും ആ കിതാബ് നൽകപ്പെടുന്നതിന്റെ മുമ്പ് ഏറ്റവും ദുഃഖമായിരിക്കും. കാരണം എന്തിലാണ് കിട്ടുക എന്നറിയില്ല. ചില ആളുകൾക്ക് അല്ലാഹു ഇടത്തെ കയ്യിൽ ആ കിതാബ് നൽകുമ്പോ അവരട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, എനിക്ക് ആ ഗ്രന്ഥം അല്ലാഹു നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് വിചാരണയില്ലായിരുന്നുവെങ്കിൽ, ലം ഊത കിതാബിയ, എനിക്ക് ആ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കെന്റെ ധനം ഉപകാരപ്പെട്ടില്ലല്ലോ, എന്റെ അധികാരം എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയും മഹ്ശറിലൂടെ അവർ ഓടി നടന്ന് ബേജാറായി വെപ്രാളപ്പെട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യും. എന്നാൽ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നന്നായിട്ട് ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലത്തെ കയ്യിൽ അല്ലാഹു ആ ഗ്രന്ഥം അങ്ങ് നൽകിയാൽ അവന്റെ വിചാരണ വളരെ എളുപ്പമായിരിക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ, അവൻ വിചാരണ ചെയ്യപ്പെടുന്നത് വളരെ എളുപ്പത്തിലാണ്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. എന്റെ പ്രിയപ്പെട്ട സ്നേഹ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ വലത്തെ കയ്യിൽ നൽകപ്പെട്ട ആ ഗ്രന്ഥവുമായിട്ടവർ മടങ്ങിപ്പോകുന്നത് ഇലാ അഹ്ലിഹി, അവരുടെ കുടുംബാംഗങ്ങളുടെ അടുക്കലേക്കാണ്, ഭാര്യയുടെ അടുക്കലേക്കാണ്, ഉമ്മാന്റെ അടുക്കലേക്കാണ്, ഉപ്പാന്റെ അടുക്കലേക്കാണ്, മക്കളുടെ അടുക്കലേക്കാണ്. കണ്ടില്ലേ എന്റെ കിതാബ് എനിക്ക് അല്ലാഹു വലത്തെ കയ്യിൽ നൽകിയിരിക്കുന്നു. ഇതിൽ ഞാൻ കൊടുത്ത സ്വതക്കയുണ്ട്, ഇതിലെന്റെ നിസ്കാരമുണ്ട്, ഇതിലുമ്മ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തന്ന മരുന്നുകളുണ്ട്, എല്ലാ നന്മകളും ഇതിലുണ്ടല്ലോ. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. കണ്ടില്ലേ, ബന്ധം തുടരുന്നു അവസാനിക്കാതെ. നമ്മൾ ആരും കരുതരുത് ഇവിടുത്തതോടുകൂടെ അങ്ങ് കഴിയുന്നവരാണെന്ന്. മഹ്ശറിലും തുടരുന്നു, സ്നേഹം പങ്കുവെക്കുന്നു. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ഭൗതിക ലോകത്ത് മാതാവിനോട് മോശമായി പെരുമാറിയവരാണ്, അല്ലെങ്കിൽ പിതാവും മാതാവും മക്കൾക്ക് നന്മ പഠിപ്പിക്കാത്തവരാണെങ്കിൽ അവരന്വേഷിക്കുന്നതാണ് വിചാരണയ്ക്ക് ശേഷം, അല്ലാഹുവേ എനിക്കെന്റെ ഉപ്പയെ നീ കാണിച്ചു തരുമോ, എന്റെ ഉമ്മയെ നീ കാണിച്ചു തരുമോ? റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. ഞാൻ സ്വയം വഴിതെറ്റിപ്പോയതല്ല റബ്ബേ. എന്നെ എന്റെ ഉമ്മ നിസ്കരിക്കാൻ പഠിപ്പിച്ചില്ല,
ഞാൻ ഒരു മൊബൈൽ ആവശ്യപ്പെട്ടപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോൺ എനിക്ക് എന്റെ ഉമ്മ വാങ്ങി തന്നോ. എന്റെ പിതാവ് ഗൾഫിലായിരുന്നു. ചോദിക്കുന്നത് മുഴുവൻ പിതാവ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ലാപ്ടോപ്പ് അങ്ങനെ വാങ്ങി തന്നതാണ്. അതിലാണ് ഞാൻ എല്ലാ ദുഷിച്ച കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിരുന്നത്. ഞാൻ ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തുകൊണ്ട് അല്ലാഹുവേ നീ വിലക്കിയ കാര്യങ്ങൾ കാണുമ്പോ എന്റെ ഉമ്മ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല, എന്റെ ഉപ്പ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. എന്റെ എല്ലാ സന്തോഷവും അവർ സന്തോഷമായി കണ്ടതുകൊണ്ടാണല്ലോ ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് വരെ അവർ തിരക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവേ അവരെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? എന്തിനു വേണ്ടിയാണ്? നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞങ്ങളുടെ കാലുകൾ അവരുടെ നെഞ്ചത്ത്, അവരുടെ ശരീരങ്ങളിൽ കയറ്റി ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരായി പറയും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ സന്താനങ്ങൾക്കിടയിൽ, നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നിങ്ങളുടെ ശത്രുക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കുക എന്ന് ഖുർആൻ. ഇനി എല്ലാം കഴിഞ്ഞ് മാതാവും പിതാവും സന്താനങ്ങളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും അറ്റമില്ലാത്ത, ഒരിക്കലും ഇവിടെ തീർന്നു എന്ന് പറയാൻ കഴിയാത്ത വിശാലമായ ഒരു സ്നേഹബന്ധമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാവിന്റെയും പിതാവിന്റെയും സന്താനങ്ങളുടെയും ഇടയിൽ നൽകിയിട്ടുള്ളത്. അല്ലാഹു ഇതിൽപ്പെട്ട എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. മനസ്സിൽ തട്ടി നിങ്ങളുടെ സന്താനങ്ങളുടെ മുഖം, നിങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും മുഖം മനസ്സിൽ കണ്ട് ആമീൻ പറയൂ. അല്ലാഹു തആല നമുക്ക് അങ്ങനെ ഒരവസ്ഥ നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ഈമാനുള്ള പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. ഇതിനെന്തു വേണം? സന്താനങ്ങളെ, മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. അതല്ലാതെ കുറെ വാള് കേട്ടത് കൊണ്ടോ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ട് ആസ്വദിച്ചു പോയത് കൊണ്ടോ അതിനൊന്നും കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കണം. ഞാനൊരു ഉമ്മയാണ്, എനിക്ക് നീ ചെയ്യേണ്ട കടമകൾ ഇതാണ്. ഞാനൊരു ഉപ്പയാണ്, എന്നോട് നീ പാലിക്കേണ്ട മര്യാദകൾ ഇതാണ് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ കൊണ്ട് നമുക്കവർക്ക് പകർന്നു നൽകുവാൻ കഴിയണം. അല്ലാതെ ഒരു രക്ഷയും നമുക്കില്ല. അല്ലാഹു തആല ഒരു ദുആ സത്യവിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. സാധാരണ എല്ലാ ഉസ്താദുമാരും ചെയ്യുന്ന ഒരു ദുആയാണത്. നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മയും ബാപ്പയും ഒക്കെ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാകണം. അതാണ് നമ്മുടെ നന്മ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? റബ്ബന, അല്ലാഹുവേ, ഹബ് ലനാ, നിന്റെ ഔദാര്യമായി നീ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ഇഷ്ടം കൊണ്ട്, നിന്റെ താല്പര്യം കൊണ്ട്, നമ്മുടെ ആരുടെയും തീരുമാനമല്ല. വയഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ. ചില ആളുകൾക്ക് അല്ലാഹു തആല പെൺകുട്ടികളെ മക്കളായി നൽകുന്നു. ചില ആളുകൾക്ക് അല്ലാഹു തആല ആൺകുട്ടികളെ സന്താനങ്ങളായി നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, അതല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി അല്ലാഹു തആല നൽകുന്നു. അല്ലാഹുവേ, എങ്ങനെ നീ നൽകുകയാണെങ്കിലും ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണമേ. ഖുറത അഅ്യുനിൻ, ഞങ്ങളുടെ കൺകുളിർമയാകുന്ന അവസ്ഥ നീ നൽകണമേ. എന്താ പറഞ്ഞത്? അവരെ കുറിച്ച് ഓർത്താൽ ഞങ്ങൾക്ക് സന്തോഷമാണ്.
അവരെ കുറിച്ച് ഓർത്താൽ ഞങ്ങൾക്ക് സമാധാനമാണ്. അവരെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. അല്ലാഹുവേ, എന്റെ മകനുണ്ടല്ലോ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാനും എന്റെ ഈ ലോകത്തെ നന്മകൾ നിലനിർത്തുവാനും എനിക്കെന്റെ സന്താനങ്ങളുണ്ടല്ലോ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നിന്നെ സൂക്ഷിക്കുന്നവരുടെ മുന്നിൽ ഞങ്ങളെ നീ നിർത്തേണമേ. ഞാനിങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് കുടുംബനാഥനായിട്ട്. ഓരോരുത്തരും അവനവനെ സങ്കല്പിക്കുക. അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താ? വജ്അൽനാ, അല്ലാഹുവേ, ഈ ദുആ ചെയ്യുന്ന എന്നെ നീ ആക്കണമേ. ലിൽ മുത്തഖീന, എന്റെ പിന്നിൽ നിൽക്കുന്നവരെ മുത്തഖീങ്ങളാക്കണമേ റബ്ബേ. എന്ന് പറഞ്ഞാൽ ഞാൻ കുടുംബനാഥനായി മുന്നിൽ നിൽക്കുമ്പോ എന്റെ പിന്നിൽ നിൽക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ പിന്നിൽ നിൽക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ, അവരൊക്കെ നിന്നെ സൂക്ഷിക്കുന്നവരാക്കണമേ റബ്ബേ. നല്ല ഒരു കുടുംബത്തിന്റെ കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ലോകപ്രസിദ്ധമായ കുടുംബം. നല്ല ഉമ്മ, നല്ല വാപ്പ, നല്ല മക്കള്. ആരാണത്? ആലു ഇബ്രാഹിം അലൈഹിസ്സലാം. മുഹമ്മദ് നബി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ശക്തമായി സിന്ദാബാദ് വിളിക്കേണ്ട നബി ഖലീലുല്ലാഹി ഇബ്രാഹിം അല്ലേ? ഉറക്കെ തന്നെ പറയണം. നമ്മൾ ആരും പറയണ്ടെന്ന് തീരുമാനിച്ചാലും പേര് പറഞ്ഞ് ആവർത്തിച്ച് ആ സ്നേഹം പുതുക്കേണ്ടവരാണ് നമ്മൾ, അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. കണ്ടില്ലേ ഇബ്രാഹിം നബിയുടെ കുടുംബം? എന്താണ് ആ കുടുംബത്തിന്റെ പ്രത്യേകത? ആ കുടുംബം ലോകത്തിന് മാതൃകയായ കുടുംബമാണ്. മക്കളില്ല, സന്താനങ്ങളില്ല. ഒരു ഉമ്മയാവാൻ കൊതിയാണ്, ഒരു ഉപ്പയാവാൻ കൊതിയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്കൊരു കുട്ടിയെ തരണം എന്നല്ല, എനിക്ക് നല്ല ഒരു കുട്ടിയെ തരണേ എന്ന്. നിങ്ങൾ പഠിച്ചു നോക്കൂ. മക്കളില്ലാത്തതിന്റെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്ന് ലോകത്ത് പ്രസിദ്ധനായത് മക്കൾ കൂടുതൽ ഉണ്ടായതിന്റെ പേരിലാണ്, അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കൾ ഉണ്ടായതിന്റെ പേരിലാണ് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രസിദ്ധനായത്. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്, അല്ലേ? അറബികളുടെ മുഴുവൻ പിതാവാണ്. ആ സന്താന പരമ്പരയിലാണ് ലോകത്തിന്റെ നേതാവ്, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. ഇസ്രായേലുകാരുടെ പിതാവാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ്. അദ്ദേഹമാണെങ്കിലോ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ സന്താനമാണ്. ഇസ്ഹാഖ് നബിയാണെങ്കിലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. അങ്ങനെയുള്ള ജൂതന്മാരുടെ ആ പരമ്പരയിലാണ് ലോകത്ത് പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാരിൽ ഒട്ടുമിക്ക ആളുകൾ ഉണ്ടായത്. മക്കളെ കൊണ്ട് ലോകത്തറിയപ്പെട്ടു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ കുടുംബം ആലു ഇബ്രാഹിം. കണ്ടില്ലേ ലോകത്ത് എങ്ങനെയാണ് അത് മാതൃകയായത്? ഞാൻ ചുരുക്കി പറയുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒറ്റക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും പറക്കമുറ്റാത്ത കുഞ്ഞിനെയും കഅബയുടെ പരിസരത്ത് ഉപേക്ഷിച്ചു പോവുകയാണ്. ഭാര്യ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങട്ടാ പോകുന്നത്? മിണ്ടാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. ഒട്ടകത്തെ നേരെ തിരിക്കുകയാണ്. ഹൃദയം ഇടറുകയാണ്, മനം പൊട്ടുകയാണ്. മനം പൊട്ടി തിരിച്ചു പോകുമ്പോ പിന്നിൽ നിന്ന് ഭാര്യ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, ഇതല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച കാര്യമാണോ? അതെ എന്ന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഗൾഫിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു പോകുമ്പോ വീട്ടിലാണ്, അതുപോലെ തന്നെ ഉമ്മയുണ്ട്, പലരുണ്ട്, നാട്ടുകാരുണ്ട്, എന്നാലും ഒരു വേദന. ഇതാരുമില്ല,
ഒരു പുൽക്കൊടി പോലുമില്ല, ഒരു പുല്ല്, ഒരു പച്ചപ്പുല്ല് അതുപോലുമില്ലല്ലോ. അതുകൊണ്ട് തന്റെ കഴുത്തുകൊണ്ട് അതെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് ആംഗ്യം കാണിച്ചിട്ട് അദ്ദേഹം പോവാണ്. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്തു. ഞാൻ ആ സംഭവത്തിലേക്ക് കടക്കുകയല്ല, അല്ലേ? പിന്നെ ഈ മകനെ വളർത്തുന്നത്, ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ വളർത്തുന്നത് മാതൃകായോഗ്യനായ ഒരു ഉദാത്ത മകനായി ഈ കുഞ്ഞിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഈ സദ്വൃത്തയായ ഉമ്മയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ കയ്യിലാണ് സന്താനങ്ങളുടെ നന്മ എന്നതിന്റെ സൂചനയാണത്. ഒറ്റയ്ക്കാമരുഭൂവിൽ ഒക്കത്തീസ്മായിൽ ഒരുവന്റെ പരീക്ഷയിൽ ഉരുകുന്നു ഹാജറ. എരിയും കോടും ചൂടിൽ ഇടറും കാലാടികൾ തളരും വേസനത്താൽ ഉരുകുന്നു ഹാജറ. ഈ മകനെ വളർത്തി വലുതാക്കി വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുത്തു, പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. നല്ല ഒരു മകനാക്കി ഈ മകനെ ഇങ്ങനെ വളർത്തി വരികയാണ് ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ, അല്ലേ? ഇബ്രാഹിം നബിയോട് കൂടെ നടക്കാനുള്ള പ്രായം മകൻ എത്തിയപ്പോ സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയാണ്. എന്ത്? ഈ മകനെ അറുക്കണം എന്ന കാര്യം. വേദനയുണ്ട് മകനോട് പറയാൻ. പക്ഷേ ഈ മകൻ അള്ളാഹുവിന്റെ കൽപ്പനയെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കണം. അതിനിത് മകനോട് പങ്കുവെക്കണം. മകനാണെങ്കിലോ പ്രായമൊന്നും കൂടുതലില്ല, 7 വയസ്സാണ് ഒരു അഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ 12 വയസ്സാണ്, ഏതാവട്ടെ ചെറിയ ഒരു കുട്ടിയാണ്. മകനെ അടുത്തേക്ക് വിളിക്കുകയാണ്. മോനെ വിളിക്കുന്നു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. മോനെ, എന്റെ കുഞ്ഞു മോനെ, സ്വപ്നത്തിൽ ഒരു കാര്യം ഞാൻ കാണുന്നുണ്ട്. എന്താണത്? അന്നീ അദ്ബഹുക, നിന്നെ അറുക്കണം എന്ന കൽപ്പനയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. ഫൻളുർ മാദാ തറ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? ഇങ്ങനെ ഒരു പെടൽ ഞാൻ പെട്ടിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? ശ്രദ്ധിക്കണേ നിങ്ങൾ, ഖുർആൻ ആ സംഭവം പറയുന്നു. ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. സാധാരണ അറബിയിൽ എന്റെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ യാ അബി എന്ന് വിളിച്ചാൽ മതി. ഈ കൽപ്പനയാണ് പറഞ്ഞപ്പോ വാപ്പാ നിങ്ങൾ പേടിക്കണ്ട, യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചി, എന്താണോ നിങ്ങളോട് അള്ള കൽപ്പിക്കുന്നത്? അറുത്തോളൂ എന്ന് ചോദിച്ചപ്പോ അറുത്തോളൂ എന്ന് പറയല്ല ചെയ്തത്. പിന്നെയോ ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങൾ ഖുർആനിന്റെ ആഴങ്ങളിലുള്ള വചനങ്ങൾ അപഗ്രഥിച്ചാൽ നിങ്ങൾക്കതിന്റെ ആ ഉന്നതമായ ആശയങ്ങൾ ബോധ്യമാകും. അറുത്തോളൂ എന്ന് പറയാതെ എന്താണോ അങ്ങയോടല്ല കൽപ്പിക്കുന്നത് അതാ രീതിയിൽ അങ്ങ് ചെയ്തു കൊള്ളുക. കണ്ടില്ലേ, അനുസരണയുള്ള ഒരു മകൻ. ഈ മകനിലൂടെയാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി ഉണ്ടായത്. നോക്കൂ നിങ്ങൾ, നല്ല പരമ്പര അല്ലേ? ആ സംഭവത്തിന്റെ പര്യവസാനം എങ്ങനെയാണ്? അങ്ങനെ കൊണ്ടുപോയി ഫലമ്മാ തല്ലഹൂലിൽ ജബീൻ, അറുക്കാൻ വേണ്ടി കിടത്തിയപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നാം വിളിച്ചു അല്ലയോ ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുയാ, നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞ കൽപ്പന നിങ്ങൾ പാലിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. നല്ല ഒരു സന്താനം, അനുസരണയുള്ള സന്താനം. എന്തേ കാരണം? പിതാവ് നല്ലവരായിരുന്നു, മാതാവ് നല്ലവരായിരുന്നു. ഇനി നേരെ തിരിച്ച് മറ്റൊരു മകന്റെയും കഥ പറയുന്നുണ്ട്. ഞാൻ 2 വരികളിലായിട്ടത് പറയാം. ആ മകന്റെ പിതാവിന്റെ പേര് സയ്യിദുനാ ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം എന്നതാണ്.
എന്താ നിങ്ങൾ ആരും അലൈഹിസ്സലാം എന്ന് പറയാത്തത്? നൂഹ് നബിയോട് എന്തെങ്കിലും വല്ല ദേഷ്യമുണ്ടോ? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കഷ്ടപ്പാടിന്റെ ലോകത്ത് അദ്ദേഹത്തിന്റെ കഷ്ടതയുടെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ ഒരു രൂപമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അങ്ങനെയായിപ്പോയി. റബ്ബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. ലോകത്തുള്ള എല്ലാ ദുർമാർഗികൾക്കും അവിശ്വാസികൾക്കും മാതൃകയാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ എന്ന് പറയുന്നു ഖുർആൻ. ഈ ഭാര്യയുടെ ഒരു മകനായിരുന്നു കൻആൻ എന്ന് പറയുന്ന മകൻ. അല്ലേ? വലിയ വെള്ളപ്പൊക്കം അല്ലാഹു തആല നൽകി. ആ വെള്ളപ്പൊക്കത്തിൽ നൂഹ് നബിയുടെ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നൂഹ് നബി കാണുന്നു തന്റെ മകനായ കൻആൻ ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പിതാവല്ലേ മനസ്സിന്റെ വാത്സല്യം ഉണർന്നു മകനെ വിളിച്ചു, യാ ബുനയ്യർകം മഅന, ഞങ്ങളോടുകൂടെ ഈ കപ്പലിലേക്ക് ഇങ്ങ് കയറിക്കൊള്ളുക. ആ മകൻ പറയുന്നു വേണ്ട. എന്തേ കാരണം? അനുസരിക്കാനും നല്ലത് ചെയ്യാനും പഠിപ്പിക്കാത്ത ഉമ്മ പഠിപ്പിച്ചതായിരുന്നു ഈ മകനെ. ആ മകൻ പറഞ്ഞു വേണ്ട. സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. വാപ്പാന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഏതെങ്കിലും മലയുടെ മുകളിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളാം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. മക്കളിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അവരിൽ നിന്ന് സ്നേഹവും കാരുണ്യവും നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ, നമ്മൾ അവർക്ക് തിരിച്ചത് പഠിപ്പിക്കുകയും അവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ ജീവിതകാലത്ത് മാതാവിന്റെയും പിതാവിന്റെയും സാന്നിധ്യം ഉണ്ടാവുക എന്നത് ഏറ്റവും വലിയ തൗഫീഖാണ്. അതില്ലാത്തവരെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതില്ലാതിരിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരീക്ഷണം. ചിന്തിക്കണം നിങ്ങൾ, ഉമ്മ അങ്ങില്ലാതാവുക, വാപ്പ അങ്ങില്ലാതാവുക, ഇവനാണെങ്കിലോ അല്ലെങ്കിൽ ഇവളാണെങ്കിലോ എട്ടും പൊട്ടും തിരിയാത്ത സന്താനമായിട്ട് വളരുകയും ചെയ്യുക. ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? നിങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് നിങ്ങളുടെ 12 വയസ്സായ മകൻ, 14 വയസ്സായ മകൾ, ഇവരിങ്ങനെ വളർന്നു വരുമ്പോ പെട്ടെന്ന് നിങ്ങളങ്ങ് മരിച്ചു പോയാൽ ആ കുഞ്ഞുങ്ങളുടെ ഗതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. നമുക്കാർക്കും അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇനി അഥവാ നമ്മുടെ ഉമ്മയും ഉപ്പയും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അത്യാവശ്യം പ്രായമേറിയതിനു ശേഷമായിരിക്കും അധികം ആളുകൾക്കും. ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, നമ്മുടെ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരീക്ഷണം നേരിട്ടയാളാണ്. അല്ലേ? ഒന്ന് വാപ്പാന്ന് വിളിക്കാൻ വാപ്പില്ല, ജനിക്കുന്ന സമയത്ത് തന്നെ മരിച്ചുപോയിട്ടുണ്ട്. ഒരിക്കൽ മദീനയിൽ നിന്നിങ്ങനെ സ്വഹാബികളോടുകൂടെ തിരിച്ചു വരുമ്പോ ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് റസൂലുള്ള ദുആ ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി ഇങ്ങനെ ദുആ ചെയ്ത് അവിടുന്ന് വിതുമ്പി കരയാൻ തുടങ്ങി. ഫബക്കൈനാ, അത് കണ്ടപ്പോൾ ഞങ്ങളും കരഞ്ഞുപോയി. നബി ഞങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾ എന്തേ കരഞ്ഞത്? നബിയേ, എന്തിനാണ് കരഞ്ഞതെന്നതിന് കാരണമൊന്നുമില്ല. ബക്കൈത ഫബക്കൈനാ, നിങ്ങൾ കരയുന്നത് കണ്ടു, അത് കണ്ടിട്ട് ഞങ്ങളും കരഞ്ഞു. എന്തിനാണ് നബിയെ നിങ്ങൾ കരഞ്ഞത്? അവിടുന്ന് പറയുകയാണ്, ഹാദാ ഖബ്റു ഉമ്മി ആമിന, എന്റെ ഉമ്മയായ ആമിന ബീവിയുടെ ഖബറാണിത്. 6ാമത്തെ വയസ്സിൽ എന്നോട് വിട പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിടമാണിത്. എനിക്ക് എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മ